യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഐശയ്യാ ചാപ്റ്റർ 32 വേഴ്സസ് 9 to 20. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, അതിൻ്റെ 15-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. ഉയരത്തിൽ നിന്നും ആത്മാവിനെ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കാം. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് അവിടുത്തെ വചനത്തിൽ കൂടെ സംസാരിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നോട് സംസാരിക്കണമേ, ഞങ്ങളുടെ സഭയോട് ഇടപെടണമേ, ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടണമേ എന്നുള്ള ഒരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കേൾക്കുന്ന ദൈവവചനം പ്രായോഗികമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. 15-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കണം. ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അധികം പശ്ചാത്തലം പറയുന്നില്ല. യെശയ്യാ പ്രവാചകനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നീണ്ട സംവത്സരം, ഏകദേശം 50 വർഷത്തോളം പ്രവാചക ശുശ്രൂഷ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ സവിശേഷതകൾ അനവധിയുണ്ട്. അത് നിരത്തിയാൽ തന്നെ ഇന്നത്തെ സമയം അവസാനിക്കും. അതിലേക്ക് കടക്കാതെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഒരു ആത്മാവിനൊരു ഉത്തേജനം വരാൻ വേണ്ടി ഒരു കാര്യം പറയാം. യേശുക്രിസ്തുവിന് 700ഓളം വർഷങ്ങൾക്ക് പുറകിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാ. പക്ഷെ ഈ പ്രവചന പുസ്തകം വായിച്ചാൽ യേശുവിനെ പറ്റി വ്യക്തമായ വിവരണങ്ങൾ കാണാം. യേശുവിൻ്റെ ജനനം എപ്രകാരമായിരിക്കും, മരണം എങ്ങനെയായിരിക്കും, ഉയർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെ യേശുവിനെ പറ്റി വ്യക്തമായി വർഷങ്ങൾക്ക് പുറകിൽ പ്രവചിച്ച പ്രവാചകനായിരുന്നു യെശയ്യാ. അതുകൊണ്ട് തന്നെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനെ വിളിക്കുന്നത് ഇവാഞ്ചലിക്കൽ പ്രോഫറ്റ് എന്നാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം പഴയ നിയമത്തിൽ തന്നെ പൂർണ്ണമായി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാ. ഈ 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഒന്നിൽ കൂടുതൽ ഫുൾഫിൽമെൻ്റ് ഉള്ള പ്രവചനങ്ങളുണ്ട്. അതേപോലത്തെ ഒരു പ്രവചനമാണിത്. ഇതിൻ്റെ ഒരു നിവൃത്തി, ഒരു ഫുൾഫിൽമെൻ്റ് പ്രവാചകൻ പ്രവചിച്ചതിന് ശേഷം തന്നെ ദൈവം അവരുടെ ഇടയിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ച് രാജ്യത്തിൽ ന്യായം കൊണ്ടുവന്നു. പക്ഷെങ്കിൽ പുതിയ നിയമീയ വിശ്വാസികളായിരിക്കുന്ന നമുക്കറിയാം ഇതിൻ്റെ ഫുൾഫിൽമെൻ്റ് എവിടെയാണ് നടക്കുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്നുള്ള പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തി സംഭവിക്കുന്നത് എപ്പോഴാ? നാം ഇന്ന് ആരാധിക്കുന്ന നമ്മുടെ രക്ഷിതാവ് ലോകരാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു നല്ല നാളെ, ഒരു ഭാവിയുണ്ട്. അതിൻ്റെ അടുത്ത വാക്യം എന്തുവാ വായിച്ചേ? തൻ്റെ പ്രഭുക്കന്മാര് ഭാവിയിൽ യേശു കർത്താവ് ഭരണം നടത്തുമ്പോൾ യേശുവിനോടൊപ്പം വാഴുന്നതാരാ? സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാണ് ആ വാഴ്ചയിൽ യേശുവിനോടൊപ്പം വാഴുന്നത്. ഇന്ന് തള്ളപ്പെട്ട്, ഇന്ന് നിന്ദിച്ച് പുറത്താക്കിയവർ ലോകരാജാവായ യേശുവിൻ്റെ ഭരണത്തിൽ കൂടെ വാഴുമെന്നുള്ള പ്രത്യാശ ദൈവജനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. ഈ 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുന്നേ അതെങ്ങനെയാണ് പുതിയ നിയമ ദൈവസഭയ്ക്ക് ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് ഞാനൊന്ന് പറഞ്ഞു വരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയും.
ഭാവിയിൽ ഒരു വാഴ്ച വരുന്നുണ്ട്, ദൈവരാജ്യം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ പുതിയ നിയമം വായിച്ചാൽ യേശു കർത്താവ് പറയുന്ന ചില വാക്യങ്ങൾ വായിക്കേണ്ട, ഞാൻ അത് കോട്ട് ചെയ്ത് മാത്രം പോവാം. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. അർത്ഥം, ഭാവിയിൽ വരണ്ട ദൈവരാജ്യം യേശുവിൻ്റെ ഒന്നാമത്തെ വരവോടെ വന്നു. പൂർണ്ണമായിട്ട് ദൈവരാജ്യം വന്നോ? ഇല്ലില്ല, പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഇന്നും ഇവിടെ ഭരിക്കുന്നത് നമുക്കറിയാം, ഞാൻ പേരെടുക്കുന്നില്ല, ഭരിച്ചു മുടിച്ച് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ലോക രാജ്യങ്ങളെല്ലാം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ യേശുവിൻ്റെ ഒന്നാം വരവിൽ ദൈവരാജ്യം ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികളാണ് നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടെന്നറിയോ? ഇന്ന് ദൈവരാജ്യം ഉണ്ട്. അതെവിടാ? ഇൻ ദ ചർച്ച്. ദൈവസഭ, ദൈവസഭയുടെ അംഗങ്ങൾ. നമുക്കൊരു രാജാവുണ്ട്, നമ്മുടെ ജീവിതത്തിന് കർത്താവുണ്ട്. പൂർണ്ണമായ ഒരു ഭാവി വരുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച് ഇപ്പോൾ കർത്തൃമേശയുടെ ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി ഇന്ന് ദൈവരാജ്യം ഭൂമിയിൽ അനുഭവിക്കാൻ കൃപ ലഭിച്ചവരാണ് ദൈവസഭ. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവരാജ്യം എന്തോ അല്ല, ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള. പറഞ്ഞു വരുന്ന കാര്യം, 32-ാം അധ്യായത്തിൽ പറയുന്ന ഭാവിയിൽ വരേണ്ട ദൈവരാജ്യം, അന്ത്യകാലത്ത് വെളിപ്പെടേണ്ട ദൈവരാജ്യം യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ തന്നെ ആരംഭിച്ചു. അതിൻ്റെ പൂർത്തീകരണം രണ്ടാമത്തെ വരവിൽ സംഭവിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ന് വായിച്ച 15-ാമത്തെ വാക്യം, എല്ലാവരും ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ആ വാക്യം ഒന്നും കൂടെ നോക്കണം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. പകരുവോളം ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: until the spirit is poured on us from on high. until എന്ന് പറയുമ്പോൾ, പകരുവോളം എന്ന് പറയുമ്പോൾ, ആത്മാവിൻ്റെ പകർച്ചയിൽ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആത്മാവ് പകരപ്പെടുമ്പോൾ വലിയൊരു ഡിഫറൻസ് നടക്കുന്നുണ്ട്. ഈ വായിച്ച് നമ്മൾ എടുത്ത ഇന്നത്തെ വാക്യത്തിൽ തന്നെ അത് കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് വായിക്കണമെങ്കിലും 12 മുതൽ 14 വരെയുള്ള വാക്യം നോക്കിയാൽ നിരാശ നിറഞ്ഞ, ദുരിതം നിറഞ്ഞ, നാശം നിറഞ്ഞ ഒരു കാലത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ 15-ാം വാക്യത്തിൽ പറയാ, ആത്മാവിനെ ഉയരത്തിൽ നിന്ന് പകരും. ആത്മാവിനെ ഉയരത്തിൽ നിന്ന് പകർന്ന് കഴിയുമ്പോൾ അവിടെ സമാധാനമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ ഫലമുണ്ടെന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ദ സ്പിരിറ്റ്സ് ഔട്ട്പോറിംഗ്, ആത്മാവിൻ്റെ പകർച്ച. ആത്മാവിനെ ദൈവം പകരുമ്പോൾ 2 കാലഘട്ടമായിട്ട് ആ ജനത്തിൻ്റെ ചരിത്രം മാറുക. ആത്മാവില്ലാഞ്ഞപ്പോൾ ജീവനില്ലായിരുന്നു, ആത്മാവില്ലാഞ്ഞപ്പോൾ നാശമാണ്. പക്ഷേ ആത്മാവിൻ്റെ പകർച്ചയിൽ ജീവൻ വ്യാപരിക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ പുതിയ നിയമത്തിലേക്ക് പറഞ്ഞാൽ അത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഇപ്പോൾ വായിച്ചായിരുന്നല്ലോ, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം എടുക്കേണ്ട 1-ാമത്തെ വാക്യം പറയുന്നത്, അതിക്രമങ്ങളിൽ പാപങ്ങളിൽ മരിച്ചവരായിരുന്നു. ദൈവത്തോടോ ദൈവത്തിൻ്റെ വചനത്തോടോ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പാപത്തിൽ മരിച്ചു കിടന്ന നമ്മളെ സുവിശേഷത്തിൻ്റെ കേൾവിയിൽ ആരോ നമ്മളെ യോഗത്തിന് വിളിച്ചപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തന്ന ട്രാക്റ്റ് വായിച്ചപ്പോഴായിരിക്കാം, നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ പകർച്ചയുണ്ടായി. ആ പകർച്ചയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്. അതിനെയല്ലേ നമ്മൾ വീണ്ടും ജനനം എന്നൊക്കെ വിളിക്കുന്നേ. വചനത്താലും ആത്മാവിനാലും ഹൃദയങ്ങളിൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് ദൈവസഭയുടെ ഭാഗമായത്.
അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ അനുഭവം ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രാരംഭത്തിലെ ദൈവസഭയുടെ ആഗ്രഹം ഈ ഉപവാസ പ്രാർത്ഥനയിലെയും ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ആ അനുഭവം ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ മേ ദ ഹോളി സ്പിരിറ്റ് റെയിൻ ഡൗൺ ഇൻ യുവർ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. ആ വാക്യം ഒന്നുകൂടെ വായിക്കണമേ, 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഞാൻ പറഞ്ഞത്, ഇത്ര നേരം പറഞ്ഞത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ പറ്റിയാണെങ്കിൽ, ഇനിയുമുള്ള സമയത്ത് ഞാൻ ഈ ആത്മാവിൻ്റെ പകർച്ച എന്നുള്ളത് പൊതുവിൽ ദൈവസഭകളിലേക്കൊന്ന് അപ്ലൈ ചെയ്യാം. പ്രൈമറിലി ടു ദിസ് ചർച്ച് ഹിയർ. പിന്നെ ഓൺലൈൻ കേൾക്കുന്നവരെ ഉണ്ടാകും. നമ്മളെല്ലാം വ്യക്തിപരമായി ഈ ഭാഗത്തെ നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദ ലൈഫ് ഓഫ് ദ ചർച്ച് ഈസ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവസഭയുടെ ജീവൻ എന്തുവാ? ആത്മാവിൻ്റെ പകർച്ചയാണ്, ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. ആത്മപകർച്ച നഷ്ടപ്പെട്ടാൽ എന്തോ സംഭവിക്കും? ആത്മീക മരണത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. 15-ാം വാക്യം ആവർത്തിച്ച് വായിച്ച് നിങ്ങൾ കേട്ടു കാണും. പകരുവോളം, പകരുവോളം, pour down. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ മഴ പെയ്യുന്നത് പോലെ, ഉയരത്തിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ. ഈ മഴ പെയ്യാന്ന് പറയുമ്പോൾ 2 തരത്തിൽ മഴ പെയ്യും. ചാറ്റൽ മഴയുണ്ട്, അത് വലിയ കുഴപ്പമില്ല, മഴ പെയ്യുമ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റിയല്ല, ധാരാളമായി പെയ്തിറങ്ങി നിലങ്ങളെയെല്ലാം മുക്കുന്ന പോലത്തെ ഒരു കവിഞ്ഞൊഴുക്കിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്ന കാര്യം, ദ ലോർഡ് ഈസ് ജനറസ്. ദൈവം ധാരാളമായി നൽകാൻ ആഗ്രഹിക്കുക. പുതിയ നിയമത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക്, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ. എന്നിട്ട് പറയുന്നത് എന്താ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം ധാരാളമായി ആത്മാവിനെ പകരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ലക്ഷ്യം, ഇന്ന് ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഞാൻ പ്രാരംഭത്തിലേ പറയട്ടെ, that we will cry out to the Lord. നമ്മളെല്ലാം തികഞ്ഞു, മഴ കഴിഞ്ഞു, എല്ലാം ആയെന്നുള്ളൊരു ചിന്തയല്ല, പക്ഷെ ഇത് പോരാ എന്നുള്ളൊരു ചിന്തയോടെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. ഉപവാസ പ്രാർത്ഥന ഇന്ന് അവസാനിക്കും, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈച്ച് ഡേ, ഓരോ ദിവസവും ഈ പ്രാർത്ഥന ഉണ്ടാകണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ഇതാകണം: ലോർഡ് ഫിൽ മീ വിത്ത് യുവർ സ്പിരിറ്റ്. ഞാൻ പറഞ്ഞു, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ നിലങ്ങളെയെല്ലാം മുക്കുന്ന, വഴികളെയെല്ലാം അടയ്ക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്നതിനെ ഒന്ന് ഉപമിച്ച് പറയാം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഹൗ വുഡ് എ പ്ലേസ് വിത്തൗട്ട് റെയിൻ ലുക്ക് ലൈക്ക്? നാളുകൾ മഴ പെയ്യാത്ത ഒരു സ്ഥലം എങ്ങനെ ഇരിക്കും? ആ 15-ാം വാക്യം തന്നെ നോക്കിയാൽ മതി. ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ. അടുത്ത ഭാഗം എന്ത് പറയുന്നത്? അപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യാതിരുന്ന് എന്തോ ആയി. മരുഭൂമിയുടെ പ്രത്യേകത, ഗൾഫിലൊക്കെ പോയവർ കാണും, നമ്മുടെ നോർത്ത് സംസ്ഥാനങ്ങളിലൊക്കെ മരുഭൂമികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരുഭൂമിയുടെ പ്രത്യേകത, ധാരാളം സ്ഥലമുണ്ട്, പക്ഷെ എന്തോ നടക്കത്തില്ല, വളർച്ച ഉണ്ടാകത്തില്ല. വളർച്ചയ്ക്ക് പകരം ഉണ്ടാകുന്നത് എന്തുവാ? വരൾച്ചയാണ്. വളർച്ചയല്ല, വരൾച്ചയാണ്. ഇറ്റ് ഈസ് ഓൾ ഡ്രൈ. എങ്ങനെയുണ്ട് നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ? മടുപ്പ് തോന്നുന്നുണ്ടോ?
21-ാമത്തെ ദിവസം ഇന്ന് എപ്പോൾ തീരുമെന്നാണോ നമ്മുടെ ചിന്ത? അത് ഒരു 21 പോയാലും കുഴപ്പമില്ലെന്നുള്ള ഒരു ചൈതന്യമാണ് നമുക്കുള്ള. ഇതൊരു വർഷത്തിൻ്റെ അവസാനമല്ലേ? നമ്മുടെ പ്രാദേശിക സഭകളിലൊക്കെ നമ്മൾ തന്നെ ഒരു സ്വയ പരിശോധന നടത്തണം. എനിക്കറിഞ്ഞുകൂടാ ഈ സഭയെ പറ്റി, എനിക്ക് ഒരു ഡീറ്റെയിൽസും ഇല്ല. പക്ഷേ വി ഷുഡ് ലുക്ക് ഇൻ ടു ദ പാസ്റ്റ് 1 year. സഭയിൽ വളർച്ചയുണ്ടാകുന്നുണ്ടോ? പുതിയ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നുണ്ടോ? ജീവന്റെ ലക്ഷണം പുതിയ ആത്മാക്കളുടെ ജനനമാണ്. ആത്മപ്രവൃത്തി നടക്കുന്ന സഭയിൽ എന്തോ നടക്കണം? ന്യൂ പീപ്പിൾ ആർ ആഡഡ് ഈച്ച് ഡേ. അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടിട്ടില്ലേ? സഭയോട് ചേർന്നു 3000 സഭയോട് ചേർന്നു, 5000 സഭയോട് ചേർന്നു, ദിനം പ്രതി സഭയോട് ചേർന്നു. അതാണ് ആത്മാവിൻ്റെ പകർച്ച നടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. പറഞ്ഞു വരുന്ന കാര്യം, ആത്മാവിൻ്റെ പകർച്ച ഇല്ലെങ്കിൽ ഡ്രൈ, നോ ലൈഫ്. നോക്കണം, ഇനി 10-ാമത്തെ വാക്യം നോക്കിക്കേ, 32:10. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും, മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയില്ല. There is no fruit. മഴയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. എന്തോ ഇല്ല, ഫലമില്ല. ഞാനത് പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാകുന്ന നമുക്കത് അപ്ലൈ ചെയ്താൽ, ലുക്ക് ഇൻ ടു അവർ ഓൺ പേഴ്സണൽ ലൈഫ്സ് ടു സീ ഇഫ് ദർ ഈസ് ക്രിസ്ത്യൻ ക്യാരക്ടർ. സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? നമ്മുടെ ഇടപാടിൽ, നമ്മുടെ സംസാരത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണോ നമ്മൾ? ചില വാക്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് വായിക്കണം. നോക്കിക്കേ, അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. 13-ാമത്തെ വാക്യം, എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും, അരമന ഉപേക്ഷിക്കപ്പെടും. ഉത്സിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. Meaning the city of joy has become sorrowful. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കേണ്ട കുടുംബങ്ങളിൽ ഇന്ന് എന്തുവാ? മുള്ളും. എങ്ങനെയുണ്ട് കുടുംബ ജീവിതം? ഞായറാഴ്ച രാവിലെ ഇറ്റ് ഈസ് ഈസി. ഞാൻ ഇന്ന് ഇച്ചിരി ദൂരെ വന്ന, എന്നാലും എളുപ്പമാണ് നല്ല നിലയിൽ 2-3 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോകാൻ. പക്ഷെ ടു ലീവ് ദാറ്റ് ക്യാരക്ടർ ഇൻ യുവർ ഹോം, ഇറ്റ് ഈസ് എ ടെസ്റ്റ്. എങ്ങനെയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ ബന്ധം? മക്കൾ എങ്ങനെയുണ്ട്? ഇൻലോസുമായിട്ട് എങ്ങനെയുണ്ട് ബന്ധം? അതെല്ലാം തല്ലിപ്പൊളിയാണെങ്കിലും ഞായറാഴ്ച രാവിലെ ഞങ്ങളെല്ലാം ഒരുമിച്ച് എവിടെ ഉണ്ട്? പിന്നെ 2 സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ല. Where is the character at home? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുവായിരുന്നറിയാമോ? ഞാനും എൻ്റെ ഭാര്യയും കൂടെ ജീവിക്കുന്നത് കാണുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ലോകം കാണണം. നടക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ? അയ്യോ, നമ്മുടെ അയലോക്കത്തെങ്ങാനും ഞാൻ അന്വേഷിച്ച നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംസാരം എങ്ങാനും ഇവിടെ കാണും റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവന്ന തീർന്നില്ലേ? പിന്നെ നമ്മൾ എന്തോ പകർച്ചയുടെ കാര്യമായി പറയുന്നേ. ഈസ് ദർ പീസ് അറ്റ് യുവർ ഹോം? ചിലർക്ക് എന്തോ വീട്ടിൽ പോകാനേ താല്പര്യമില്ല. രാത്രിയിൽ കൂടെ ജോലി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഡേ കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ എവിടെയാണ്? വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ബിക്കോസ് ദർ ഇസ് നോ പീസ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്ററോഗേഷനാ. എപ്പോൾ പോന്നു, എവിടെ പോയി, എന്തൊക്കെ അറിയണം. ദർ ഇസ് നോ പീസ് ഇൻ ക്രിസ്ത്യൻ ഹോംസ്. ഇത് ഞാൻ പെൻറ്റക്കോസ്റ്റൽ കുടുംബങ്ങളെ പറ്റിയാ പറയുന്നേ. ടാർഗറ്റ് എന്തായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? മറന്നുപോയിട്ട് പകർച്ചയാണ്, ആത്മാവാണ്, ഉണർവാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കാതിരിക്കുമ്പോൾ let us evaluate ourselves. ഇന്ന് അവസാനത്തെ ദിവസമാകുമ്പോൾ നാം നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ പിടിക്കണം. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. How is our character?
How is our homes? 14-ാം വാക്യത്തിൽ പറയുന്നത് അരമനകൾ ഉപേക്ഷിക്കപ്പെടും. നോക്കിക്കേ 14-ാം വാക്യം. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കൊന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചൽപ്പുറവും ആയിരിക്കും. ഞാൻ വ്യാഖ്യാനിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യർ പാർക്കേണ്ട അരമനകൾ മനുഷ്യൻ പാർക്കാതെ വന്നപ്പോൾ ഇപ്പൊ ആരാ അവിടെ പാർക്കുന്നേ? രണ്ട് നിലയിൽ അർത്ഥമാക്കണം. ഒന്ന്, പ്രവാസം കടന്നു വന്നപ്പോൾ ജനം പോയി. മറ്റൊരർത്ഥം എന്താ പറയുക, നമ്മൾ മുമ്പേ ചിന്തിച്ചതിനുള്ള വെളിച്ചത്തിൽ മനസ്സിലാക്കണം. മനുഷ്യനാണെങ്കിലും സ്വഭാവം മാറിയിട്ടില്ല. Character is not changed. There is no peace, there is no joy, there is no happiness in the gathering. ദൈവമക്കളെ, ഞാൻ 1-2 കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിരതാം. എന്തിൻ്റെയാണെന്നറിയാമോ? ആത്മപകർച്ച കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ. രൂപാന്തരപ്പെടാത്ത ജീവിതം, സമാധാനമില്ലാത്ത കുടുംബം, യോഗങ്ങൾ, കൂട്ടായ്മകളിൽ താല്പര്യമില്ലാതെ പോകുന്ന വിശ്വാസികൾ, കൂട്ടായ്മയിൽ ഐക്യതയുടെ കുറവ്, ഇതെല്ലാം എന്തിൻ്റെ പ്രശ്നമാണെന്നറിയാമോ? ആത്മപകർച്ചയുടെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. When the Holy Spirit reigns are in there, ആത്മാവിൻ്റെ പകർച്ചയില്ലെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയാണ്, we are on our way to spiritual death. പുതിയ നിയമത്തിലെ സഭകൾക്ക് ദൂത് എഴുതിയപ്പോൾ ഒരു സഭയെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്: നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ there are several things the church does. സഭ ചെയ്യുന്ന പലതും കണ്ടാ തോന്നും എന്തുവാ, ഭയങ്കര ജീവനാന്ന് ഇങ്ങനെ തോന്നും. പക്ഷെ എന്തുവാ, നീ മരിച്ചവനാന്നാ പറയുന്നത്. ഈ മരിച്ചോണ്ടിരിക്കുന്ന സഭയുടെ ഒരു ക്യാരക്ടർ ഞാൻ പറയട്ടെ. ആത്മീക മരണം സംഭവിക്കുന്ന വ്യക്തിയോ സഭയുടെ ഒരു ലക്ഷണം ഞാൻ പറയാം. ഞാൻ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം, എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ ചിന്തിക്കും ഞാൻ തികഞ്ഞവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ മരണത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടർ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ജനത്തിന് എന്താ പറ്റിയേ? എന്തുകൊണ്ട് ആത്മാവിൻ്റെ പകർച്ച അവരുടെ ഇടയിൽ കുറഞ്ഞേ? എന്തുകൊണ്ട് ആത്മാവിൻ്റെ പകർച്ച അവരുടെ ഇടയിൽ ഇല്ലാതെ പോയേ? ഞാനൊരു 3 കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഈ ആത്മാവിൻ്റെ പകർച്ചയുടെ തടസ്സങ്ങൾ, ഹിൻഡറൻസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ, എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ആത്മാവിൻ്റെ പകർച്ചയുടെ തടസ്സങ്ങൾ. ഇനി തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ആരും വന്ന് ചോദിക്കരുത്, ആത്മാവിനെ തടയാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ആത്മാവ് ദൈവമാണ്, ദൈവത്തെ തടയാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെങ്കിൽ ആത്മാവിനോട് നമുക്ക് സഹകരിക്കാതിരുന്ന്, കീഴ്പ്പെടാതിരുന്ന് നമുക്ക് വേണമെങ്കിൽ നാശത്തിലേക്ക് പോകാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. 3 കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോഴത്തേന് സമയം അവസാനിക്കും. നോക്കണമേ, 9, 10, 11 വാക്യങ്ങൾ. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എന്റെ വാക്ക് കേൾപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എന്റെ വചനം ശ്രദ്ധിപ്പിൻ. വായിച്ചോ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. അടുത്ത വാക്യം. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രമുരിഞ്ഞ് നഗ്നമാരാകുവിൻ, അരയിൽ രട്ടുകെട്ടുവിൻ. മനോഹരമായ വയലുകളെയും. മതി. 9, 10, 11 വാക്യങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഈ വായിച്ച വാക്യത്തിൽ ആവർത്തിച്ചു വന്ന വാക്ക് എന്തുവായിരുന്നു? സഹോദരിമാരൊന്നും പറയുന്നില്ല, സഹോദരന്മാർ ആവേശത്തോടെ പറയുന്നു, ചിന്തയില്ലാത്ത. കൊള്ളാം. ചിന്തയില്ലാത്ത, സ്വൈര്യമായിരിക്കുന്ന. വീണ്ടും പറയുന്ന ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, സ്വൈര്യമായിരിക്കുന്ന. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: വുമൻ ഹു ആർ കോംപ്ലേസന്റ്, ഡോട്ടർ ഹു ഫീൽ സെക്യൂർ. ആത്മപകർച്ചയുടെ ഒന്നാമത്തെ തടസ്സം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ തടസ്സമാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വൈര്യമായിരിക്കുക. കോംപ്ലേസൻസി എന്ന് പറഞ്ഞാൽ എല്ലാം ആയെന്നുള്ള ഒരു ചിന്ത.
എന്തോ യഹൂദയിലെ പ്രശ്നം. ഇവിടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രമല്ല, അത് ആ കുടുംബത്തെ തന്നെ, ആ ദേശത്തെ തന്നെ കാണിക്കുക. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഈ കോംപ്ലസൻസി ആദ്യം വെളിപ്പെടുന്നത് എവിടെ ആയിരിക്കും? അത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലും സ്ത്രീകളുടെ സംസാരത്തിലും അഹങ്കാരത്തോടെ, അതൊക്കെ 3-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയാണ് അവിടെ പ്രവാചകൻ പറയുന്നത്. പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ജനത്തിനിപ്പം എല്ലാമായി ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഇരിപ്പെങ്ങനാ? സ്വൈര്യമായിട്ടിരിക്കുക, കംഫർട്ടബിളായി. ഈ കംഫർട്ടബിൾ ആയതിൻ്റെ ഒന്നാമത്തെ കാരണം എങ്ങനെയാണെന്നറിയാം. എങ്ങനെ ഇവർ ഈ സ്വൈര്യമായതിൻ്റെ ഒന്നാമത്തെ ഏരിയ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. എന്തുവാ? സാമ്പത്തികമായ കെട്ടുറപ്പ്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതല്ല. ഇപ്പം നമ്മുടെ ഇടയിലെ സംസാരം ഞങ്ങൾക്ക് നല്ല, അടുത്ത 2-3 തലമുറയ്ക്കൂടെ ഉള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള നിലയിൽ സെക്യൂരിറ്റി അവർക്ക് തോന്നുന്നു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇത്രയും സ്വൈര്യമായിട്ട് എല്ലാം തികഞ്ഞിരിക്കുമ്പോഴാണോ ആത്മാവിൻ്റെ പ്രവാഹം ഞങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? പ്രാരംഭത്തിൽ അങ്ങനെ അല്ലായിരുന്നു, ഇറങ്ങിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ഓരോ ദിവസത്തെ അപ്പത്തിന് വേണ്ടി രാവിലെ മന്ന പറക്കണമായിരുന്നു. പക്ഷേ ഈ യെശയ്യാവിൻ്റെ കാലമായപ്പോൾ ദേശത്ത് സമൃദ്ധിയായി, ധാരാളമായി നന്മകളായി. ഇപ്പോൾ എന്തോ വേണ്ട. ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ പ്രാരംഭ പടി വെച്ചപ്പോൾ, കുടുംബത്തിൽ നിന്നൊക്കെ പുറത്താക്കിയപ്പോൾ, താമസിക്കാൻ പോലും പാർപ്പിടമില്ലാതൊക്കെ അലഞ്ഞവരുണ്ട്. പക്ഷെ വർഷങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ദൈവം വാരിക്കോഴി അനുഗ്രഹങ്ങൾ തന്നെന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇന്ന് പഴയ ആവേശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? Have we become casual, relaxing? Are we comfortable in the places that we sit? ഒന്നാമത്തെ ഈ കോംപ്ലേസൻസി, സ്വൈര്യമായി ഇരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. രണ്ടാമത്തെ കാരണം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് യെശയ്യാവ് പ്രവചിക്കുന്ന സമയം അസീറിയൻസ്, അശൂർ സൈന്യം യഹൂദന്മാരെ തകർക്കാൻ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സമയം. ഞാൻ അധികം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇവിടെ പറയുന്നില്ലെങ്കിലും ഈ വാക്യം മനസ്സിലാക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം പറയാം. രാജ്യത്തിനെതിരെ ശക്തമായ വെല്ലുവിളി. ഒരു പക്ഷെങ്കിൽ യഹൂദനെ ഇവർ യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്നൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വഴി എന്താ? ദൈവത്തിൻ്റെ ജനമല്ലേ, അവർ ദൈവത്തിൽ ആശ്രയിക്കണം. പക്ഷെ അതിന് പകരം ഒരു ബദൽ സംവിധാനം അവർ കണ്ടെത്തി. സ്വൈര്യമായിരിക്കുന്നതിന് രണ്ടാമത്തെ കാരണമാണ്. അത് നമ്മൾ കാണുന്നത് 30-ാമത്തെ അധ്യായം. നോക്കിക്കേ, ചാപ്റ്റർ 30, 30-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചേ. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സഹിഷ്ണുതയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രൈമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. 30-ന്റെ 1-2 വാക്യത്തിൽ എന്തോ മനസ്സിലായി? യുദ്ധത്തിന്റെ ഭീഷണി മുഴങ്ങിയപ്പോൾ ജനം ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട്. ആത്മാവിനെ കൂടാതെ, എൻ്റെ ആത്മാവിനെ കൂടാതെ, എൻ്റെ ആലോചന കൂടാതെ ആരുമായിട്ട് സഖ്യത ചെയ്തു? ഫറവോനുമായിട്ട് സഖ്യത ചെയ്തു. ഫറവോൻ ആരാ? ഈ സഖ്യതയ്ക്ക് പോയ ജനം പണ്ട് എവിടായിരുന്നു? ഈ ഫറവോന്റെ അടിയിലായിരുന്നു. ഫറവോന്റെ അടിയിൽ കിടന്ന് അയ്യം വിളിച്ച് നിലവിളിച്ച് ദൈവം കരുണ ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന. ഇപ്പൊ പ്രശ്നം വന്നപ്പോൾ ഇവര് നേരെ എങ്ങോട്ട് പോയി? വീണ്ടും ആലോചന ചോദിക്കാതെ ഫറവോനുമായിട്ട് സഖ്യതയ്ക്ക് പോയി. ഇനി ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇതിൻ്റെ അർത്ഥം യുദ്ധം വരുമ്പോൾ യുദ്ധം ചെയ്യണ്ടെന്നോ വേറെ രാജ്യങ്ങളുമായിട്ട് സഖ്യത ഉണ്ടാക്കണ്ടോ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് ദറ്റ് വി റൺ ഇൻ ടു. ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് എവിടാ?
ഇഫ് ഗോഡ് ഈസ് നോട്ട് ദ ഫസ്റ്റ് പ്ലേസ് ദാറ്റ് വി റൺ ഇൻ ടു, നാം ഒന്നാമത് ഓടിച്ചെല്ലുന്നത് ദൈവം അല്ലെങ്കിൽ അത് പാപമാണെന്നാണ് ഈ വാക്യം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ വട്ടം നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ ഞാനൊന്ന് നോക്കട്ടെ, ഇന്നാരോടൊന്ന് ചോദിക്കട്ടെ, എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് എന്നാ പാസ്റ്ററോട്. പലപ്പോഴും അതാ നമ്മുടെ രീതി. അതാ ഈ ജനവും ചെയ്ത ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ സ്വന്തം വഴിക്ക് ആശ്രയങ്ങൾ, സങ്കേത താവളങ്ങൾ പലതും അവർ കണ്ടെത്തി. ദൈവസഭ മനസ്സിലാക്കണം, the name of the Lord is a strong tower. യഹോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരമാണ്. നീതിമാന്മാർ അഭയം തേടുന്നത് അവിടാണ്, ദൈവത്തിൻ്റെ ഗോപുരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജനം സഖ്യത തേടി പോയത് എവിടാന്ന് മനസ്സിലായോ? ഇവർ പുറപ്പെട്ടു വന്ന മിസ്രൈമിലേക്കാ. നമുക്കും അത് അപ്ലിക്കബിളാ. എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തു. പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ലോകത്തിൻ്റെ സിസ്റ്റവുമായിട്ട്, ലോകക്കാരുമായിട്ട് സഖ്യതയിൽ ചേരുന്ന ഒരു നിലപാട് ദൈവസഭകൾ പുലർത്തുന്നത് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ചർച്ച്. അപ്ലൈ ടു ദ ചർച്ച്. ഒരു പ്രാദേശിക സഭയിലെ വളർച്ചയ്ക്ക് നമ്മൾ കാണുന്ന ഘടകം എന്താ? ഇന്നാരെ നമ്മുടെ കൂടെ കൂട്ടിയ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉള്ള ആളാകാം. നമ്മുടെ ചിന്ത അറിയാതെ പോകും, എന്തുവാ ഇന്നാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നാരെ നമ്മുടെ സഭയുടെ ഇന്നതാക്കി കഴിഞ്ഞാൽ we think that sometimes ഇത് ലോകത്തിൻ്റെ സിസ്റ്റമാ. ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവസഭയുടെ സുരക്ഷയ്ക്ക് ഏക ആശ്രയം അത് കർത്താവായിരിക്കണം. The Lord alone should be our security. ഇന്നേ ഈ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ മെനയുന്ന കാലമാണ്. ഇതിന്നിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ലൈവ് നല്ലതാ, ഫ്ലയർ നല്ലതാ, ഫോട്ടോ നല്ലതാ, ആൾക്കാർ കാണുന്നത് നല്ലതാ, ഞങ്ങളുടെ അവിടെ ഇതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ചിന്ത പോകരുത്, അതുകൂടി അങ്ങനെ ലൈവ് നമ്മളങ്ങ് പ്രൊമോട്ട് ചെയ്ത് മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കവറേജ് കിട്ടി കുറെ. സ്റ്റോപ്പ് ഓൾ ദിസ്. ട്രസ്റ്റ് ഗോഡ് ആൻഡ് ഹി വിൽ ഷവർ ഡൗൺ ഹിസ് ഹോളി സ്പിരിറ്റ്. സിറ്റി റിവൈവൽ ചർച്ചിനോട് അവസാനത്തെ ദിവസത്തിൽ കർത്താവിന് പറയാനുള്ളത് എന്താ? ഈ പട്ടണത്തെ സ്വാധീനിക്കാൻ, അനേകരെ ഇതിന്റെ ഭാഗമാക്കാൻ കർത്താവിന് പദ്ധതിയുണ്ട്. പക്ഷെ ദൈവസഭയുടെ ആശ്രയം കർത്താവ് മാത്രമായിരിക്കുമെങ്കിൽ അവൻ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകർന്ന് ഇവിടെ ദൈവ പ്രവർത്തികൾ ചെയ്യുമെന്നുള്ള ദൈവാലോചന നമ്മൾ മനസ്സിലാക്കണം. ഈ സഭയുടെ ആരംഭത്തെ പറ്റി എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഈ സഭയുടെ ആരംഭത്തിലും അതുതന്നെയാണ് നടന്നത്. ഭക്തന്മാരായിട്ടുള്ള ദൈവവൃത്യന്മാർ ഈ ദേശത്തിൽ കൂടെ നടന്ന് പ്രാർത്ഥിച്ചും കരഞ്ഞും സുവിശേഷവും പറഞ്ഞപ്പോൾ കർത്താവ് കരുണ തോന്നി ആത്മാക്കളെ ഇവിടെ കൂട്ടി വരുത്തിയെങ്കിൽ he will do it again. എന്തുവാ നഷ്ടമായി പോകുന്നതെന്നറിയാമോ? എല്ലാം തികഞ്ഞ് സ്വൈര്യമാകുമ്പോൾ ദാഹമില്ലാതെ പോകും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹിൻഡ്രൻസ്. ആത്മപകർച്ചയുടെ ഒന്നാമത്തെ തടസ്സം സ്വൈര്യമായിരിക്കുക. സ്വൈര്യമായിരുന്ന ദാഹമില്ല. ദാഹമില്ലെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കാതിരിക്കും. എല്ലാമായെന്നുള്ള ചിന്ത, ഇത്രയും മതി എന്നുള്ളൊരു ചിന്ത, ഞങ്ങൾക്കിപ്പോൾ എന്താ കുഴപ്പം, ദിസ് ഈസ് ഓൾ ഇനഫ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ വി ലൂസ് ഇറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആത്മപകർച്ചയുടെ ഒരു രഹസ്യം ഒന്നാമത്തെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ആരുടെ മേലാ തൻ്റെ ആത്മാവിനെ പകരുന്നതെന്ന് മനസ്സിലായോ? ദാഹിക്കുന്നവരുടെ മേൽ. ദാഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ ധാരാളമായി പകരും. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം കർത്താവ് തന്നാലും അതിനൊന്നും നിറയ്ക്കാൻ പറ്റാത്ത, അതിനാലൊന്നും മാറിപ്പോകാത്ത ഒരു അടങ്ങാത്ത ആവേശം, ഒരടങ്ങാത്ത ദാഹം ഉള്ളവരുണ്ടെങ്കിൽ കർത്താവ് അവിടുത്തെ ആത്മാവിനെ പകരും. അതല്ല യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, ഉത്സവത്തിൻ്റെ
ഒടുക്കത്തെ നാളിൽ നിന്ന് യേശു വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയല്ലേ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അരികിൽ വന്ന് കുടിച്ചു. ധാരാളമായിട്ട് ആത്മാവിനെ പകരുന്നതിനെ പറ്റി യേശു കർത്താവും പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദാഹത്തോടെ വന്നവരുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവാലോചന നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുന്ന കാര്യം, ആ ജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ച അപകടം എല്ലാം ആയപ്പോൾ, എല്ലാം തികഞ്ഞപ്പോൾ ദാഹമില്ലാതെ പോയി, വിശപ്പില്ലാതെ പോയി. രണ്ടാമത്തെ കാരണം നോക്കിക്കേ, 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. ചാപ്റ്റർ 32 വേഴ്സസ് 9. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ വചനം ശ്രദ്ധിപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ. മതി. 9-ാം വാക്യത്തിൽ ആവർത്തിച്ചു വരുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. അതെന്തുവാ? ഒന്നാമത് നമ്മൾ നോക്കിയത് സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകൾ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി ദാഹമില്ലാതെ പോയ ഒരു ജനം. രണ്ടാമത്തെ കാര്യം നോക്കണം, അവിടെ ആവർത്തിച്ച് വരുന്നത് എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വചനം ലിസൺ ടു മീ, ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. യെശയ്യാ പ്രവാചകനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച്. യെശയ്യാ പ്രവാചകൻ യഹൂദയിൽ കൂടെ നടന്ന് സഹോദരിമാരെ എല്ലാം വിളിക്കുക, ഓ ഡിയർ സിസ്റ്റേഴ്സ് ലിസൺ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കേ. രണ്ടാമത്തെ പ്രശ്നം, ആത്മപകർച്ചയുടെ രണ്ടാമത്തെ തടസ്സം നമുക്കിവിടെ കാണാം. എന്തോന്നറിയാമോ? ദർ ഈസ് നോ വേർഡ്. ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. ഇന്നും അങ്ങനത്തെ ഒരു കാലമായി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കാലമായി. പാട്ട് പാടുമ്പോൾ നമ്മൾ പറയും, അയ്യോ വാട്ട് എ പ്രസൻസ് ബ്രദർ, എന്നോ സാന്നിധ്യമായിരുന്നേ. പക്ഷെ പ്രസംഗം തുടങ്ങുമ്പോഴേ നമ്മൾ ഒരുമാതിരി ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്ന മട്ടിൽ ലൈറ്റായിട്ടൊന്ന് ചാരി ഒന്ന് ഈസി ആകാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണെന്നറിയാമോ? അന്ന് അവർക്ക് പറ്റിയ അതേ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കോണം. വേറെ ചിലത് ഞാൻ കണ്ടത് ഞാൻ പറയാം. ഭയങ്കര സാന്നിധ്യമാണെന്ന് നമ്മൾ പറയുന്നിടത്ത് പ്രസംഗിക്കപ്പെടുന്ന ദൈവാലോചന ദൈവവചനത്തിന് യോജിച്ചതല്ല. പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിനോട് യോജിക്കാത്ത ദൂതെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ പറയുകയും അവിടെ വലിയ സാന്നിധ്യമാണെന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഫോർ ഒത്തൻറ്റിക് ആൻഡ് റിയൽ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് there must be the truth of God's word exposed. ദൈവവചനത്തിൻ്റെ സത്യം പ്രസംഗിക്കപ്പെടുന്നിടത്താണ് ആത്മാവിൻ്റെ പ്രവൃത്തി സംഭവിക്കുന്നത്. ഈ ദൈവവചനത്തെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നത് the scriptures are God breathed, ദൈവ ശ്വാസ്യമായത്. മീനിങ് എഴുത്തുകാരും മനുഷ്യരായിരുന്നു, പക്ഷെങ്കിൽ ഇവരുടെ ഉള്ളിൽ വ്യാപരിച്ചതാരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തിരുവഴുത്തിൻ്റെ യഥാർത്ഥ എഴുത്തുകാരൻ. ഈ വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? ഓരോ തവണ ഈ വിശുദ്ധ ബൈബിൾ തുറന്ന് അത് ശരിയായി വ്യാഖ്യാനിച്ച് ജനത്തോട് പറയുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ, അതായത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വചനത്തെ ഉറപ്പിക്കുമെന്നുള്ളതാണ് തിരുവഴുത്തിൻ്റെ പ്രത്യേകത. ആ ജനത്തിന് പഴയ നിയമത്തിൽ സംഭവിച്ചത് മനസ്സിലാക്കണം. വചനം കേൾക്കാൻ താല്പര്യമില്ല. അവർ ചെയ്തത് എന്തുവാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുക. നോക്കണമേ, 30-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണം. ചാപ്റ്റർ 30 വേഴ്സസ് 9 and 10. 9-10 വാക്യം നോക്കിക്കേ. അവർ മത്സരമുള്ള ഒരു ജനവും ഭോഷ്ക പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. ഒന്നാമതായിട്ട് 9-ാം വാക്യത്തിൽ പറയാം, അവരെന്തോ ചെയ്യത്തില്ല? വചനം അനുസരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അവർ കേൾക്കുമായിരിക്കും, ഒരു പക്ഷെങ്കിൽ അവരിതൊക്കെ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ ഇവരെന്തോ ചെയ്യാനല്ല, അനുസരിക്കാനൊന്നുമല്ല, വേണമെങ്കിൽ ഇതൊക്കെ കേട്ടിരിക്കാമെന്നുള്ള നിലയിലായിരുന്നു അവരിരുന്നത്. രണ്ടാമത്തെ അടുത്ത വാക്യം നോക്കിക്കുക. അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ,
വ്യാജങ്ങളെ പ്രവചിപ്പിൻ. എങ്ങനെയുണ്ട്? ആ ജനം ചെയ്തത് എന്തുവാന്ന് കണ്ടോ? ഇവര് പ്രവാചകന്മാരോട് പറഞ്ഞു. പ്രവാചകന്മാർ അവരുടെ ഇടയിലുണ്ട്, ദർശകന്മാർ അനേകരുണ്ട്. ദർശകന്മാരോട് ഇവർ പറഞ്ഞു, വി ഡു നോട്ട് വാണ്ട് ട്രൂ മെസ്സേജ്. ശരിയായ ദൈവാലോചന ഞങ്ങൾക്ക് വേണ്ട. അത്ര ആത്മാർത്ഥതയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട. എന്തോ മതി? മധുരവാക്ക് മതി. സേ അസ് പ്ലസന്റ് തിങ്സ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സന്തോഷിപ്പിക്കുന്നത്. ജസ്റ്റ് ബി നൈസ് ടു അസ്. ഞങ്ങളോട് എന്തോ ആയിരിക്കണം? ബി നൈസ്. ഈ വാക്യം പഠിപ്പിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ദൈവമക്കൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. When true message is preached, യഥാർത്ഥ സന്ദേശം പ്രസംഗിക്കുമ്പോൾ മധുരം അല്പം കുറവായിരിക്കും. മധുരം കുറഞ്ഞപ്പോൾ അവരെന്തോ ചെയ്തെന്നറിയാം? ഇനിയും പുള്ളിയെ മേലാൽ ഇവിടെ അടുപ്പിച്ചേക്കില്ലേ. മധുരം പറഞ്ഞവരോട് എന്തോ പറഞ്ഞു? പ്രൊഫസർ ഏലയിട്ട് കൊടുത്ത് പ്രവചിച്ചോളം പറഞ്ഞു. പ്രവാചകൻ കിളത്തി 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 ആവേശത്തോടെ സുഖിപ്പിച്ചു. സത്യപ്രവാചകൻ യെശയ്യാവ് വന്നപ്പോ പറയാ, what did you do? നിങ്ങളെ അവര് കളിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് തന്നെ പുതിയ നിയമത്തിലുണ്ട്. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. 2 തിമോത്തി ചാപ്റ്റർ 4 നിങ്ങൾ വായിക്കണം വീട്ടിൽ ചെന്ന്. പത്യ ഉപദേശത്തെ പൊറുക്കാതെ കർണരസകരമായത് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം പ്രസംഗിക്കാൻ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളെ പ്രസംഗിക്കുന്ന ഒരു കാലം, അത് ഈ കാലത്തുണ്ട്. ഇന്ന് പ്രസംഗികൾ അനേകമുണ്ട്. പറയുന്നത് എന്തുവാണെന്നറിയാമോ? അയ്യോ ലജ്ജ തോന്നും പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോൾ. ഇവിടെ പ്രസംഗത്തിന്റെ ആവശ്യമില്ലെന്ന് പോലും ലജ്ജയില്ലാതെ പറയുന്നവർ. ഇന്ന് ഉപവാസ പ്രാർത്ഥന കുറച്ച് മധുരം ഇരിക്കട്ടെ എന്നോർത്തല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സിലാക്കിക്കോണം, കറക്റ്റീവായിട്ട് ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം. ഈ സുഖിപ്പിക്കുന്നത് പലപ്പോഴും വചനമൊക്കെ ആയിരിക്കും, പക്ഷെ പറഞ്ഞു വരുന്നത് ദൈവവചനത്തിൻ്റെ വെളിപ്പാടായിരിക്കണമെന്നില്ല. സന്തോഷം തോന്നും. ഞാൻ രണ്ട് ഇൻഡിക്കേറ്റർ പറയാം ഇപ്പം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ഓർമ്മയുണ്ടോ? സ്വൈര്യമായിരിക്കുക. സ്വൈര്യമായിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. രണ്ടാമത്തെ കാരണം സഖ്യത, അലയൻസ് വിത്ത് ദ ഈജിപ്ഷ്യൻസ്, അലയൻസ് വിത്ത് ദ വേൾഡ്. ഇനി നിങ്ങൾ ഇന്നത്തെ പ്രസംഗങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ഇന്നത്തെ പ്രസംഗത്തിലെ പ്രധാന തീം എന്തുവാ? ഇത് രണ്ടുമാണല്ലോ. സാമ്പത്തിക നന്മകൾ വരുന്നു ബ്രദറെ എന്ന് കേൾക്കാത്ത സന്ദേശം ഇന്നില്ല. അയ്യോ, ഇന്ന് ചില പോസ്റ്റർ തന്നെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ പറ്റി, എനിക്കറിയത്തില്ല അത് എവിടെ നിന്നാണ്. അത് തന്നെ എന്ന് പറഞ്ഞ് ഈ ജനം ആഗ്രഹിച്ചത് അതാ. പ്രവാചകം വരുന്നവർ എന്തോ പറയണം? 6 ഡിജിറ്റിൽ നിന്ന് 7 ഡിജിറ്റിലേക്ക് ആകുക. ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത 2 കമ്പനിയോടെ നീ ചേർത്ത് വലിയ ആളാകാൻ പോവാ. That is what they wanted. അതായിരുന്നു അവർക്കും വേണ്ടേ. രണ്ടാമത് വേൾഡ്, ലോകത്ത് എന്ന് പറഞ്ഞാൽ കേട്ടും അടുത്തില്ലേ? നിന്ദിച്ചെടുത്ത, നീ തോറ്റെടുത്ത, അയ്യോ ഈ ലോകത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടിയാണോ ഇവിടെ ഇറങ്ങിയത്? നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ നൽകും പേരെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഭക്തന്മാരുടെ പുറകെ ഇറങ്ങിയ നമുക്ക് ഇവിടുത്തെ ഏത് പേരാ വേണ്ടേ? ഇവിടുത്തെ എന്ത് മാന്യതയാ വേണ്ടേ? കബളിപ്പിക്കപ്പെട്ടു പോകാൻ ദൈവസഭ വിട്ടുകൊടുക്കലെന്ന് നമ്മൾ ബുദ്ധിപദേശം ഏറ്റെടുക്കുക. മധുരവാക്കും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് യഥാർത്ഥ സന്ദേശത്തെ കോട്ടിക്കളഞ്ഞ പ്രവാചകന്മാർ അന്നിറങ്ങിയതുപോലെ ഇന്നും അനവധി വന്നിട്ടുണ്ട്. അവിടെ വലിയ തീ ഇറങ്ങി, അവിടെ വലിയ സാന്നിധ്യമായിരുന്നു എന്നൊക്കെ തോന്നും, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ പ്രസൻസ്. യഥാർത്ഥ ആത്മപ്രവൃത്തിയുടെ ലക്ഷണം എന്തുവാണെന്നറിയാമോ? ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാവും. ഞാൻ അതുകൂടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കുക. നോക്കണമേ, 11-ാമത്തെ വാക്യം നോക്കിക്കേ. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, 30-ന്റെ 11 നമ്മൾ വായിച്ചു നിർത്തിയതിന്റെ അടുത്ത വാക്യം.
വ്യാജങ്ങളെ പ്രവചിപ്പിൻ, ആ. വഴിവിട്ട് നടപ്പിൻ, പാത തെറ്റി നടപ്പിൻ, ആ. ഇസ്രായേലിന്റെ പരിശുദ്ധനെ ആ. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ആ. നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു. മനസ്സിലായോ? ഇവര് പറയാ, പ്രവാചക ശരിയായ സന്ദേശം ഞങ്ങൾക്ക് വേണ്ട, വ്യാജം മതി. അടുത്തത് പറയുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മുമ്പിൽ. എന്താ പറഞ്ഞാല് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രൂ ബിബ്ലിക്കൽ പ്രീച്ചിങ് ഓർ പ്രൊഫസി എന്തുവായിരുന്നു? ഇസ്രായേലിന്റെ പരിശുദ്ധനെ ജനത്തോട് അടുപ്പിക്കുകയാ. ആ പരിശുദ്ധന്റെ ദർശനം കാണുമ്പോൾ ജനത്തിന് എന്തോ മനസ്സിലാവും, ഇവര് പാപികളാ. ജനം പറഞ്ഞു ഞങ്ങൾക്ക് എന്തോ വേണ്ട, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വേണ്ട. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാം തിരിച്ചറിയണം, നമ്മളിവിടെ വന്നിരിക്കുന്നത് കുറേ നേരം കൈയടിച്ച് പാട്ടുപാടി പ്രസംഗം കേട്ട് പോകുന്നത് ശരിയാ, പക്ഷെ ഇവിടെ വെളിപ്പെട്ട പരിശുദ്ധനായ ഒരു ദൈവമുണ്ട്. ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രത്യേകത പാപത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ആഴ്ചയുടെ ദിനങ്ങളിൽ പല വഴിക്ക് നടന്നിട്ട് ഞായറാഴ്ച കൈയടിച്ചാലോ അല്ല ഞായറാഴ്ച പ്രസംഗിച്ചാലോ ദൈവത്തെ കളിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. മനസ്സിലാക്കണം, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കാൻ ഏക വഴി അത് യേശുക്രിസ്തുവിൽ കൂടാ. അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാതെ സാധ്യമല്ലെന്ന് തിരിച്ചറിയണം. ഇവരെ നേരിട്ട് പറയാ, ഞങ്ങളെ അതിൻ്റെ അടുത്തൊന്നും കൊണ്ട് ഡോണ്ട് ബ്രിങ് us ക്ലോസ് ടു ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ. രണ്ടാമത്തെ തടസ്സമാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനമില്ലാതെ പോയി. ഇന്ന് സഭകളിൽ ഒഥന്റിക്കായിട്ടുള്ള റിയൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ജീവിതത്തെ മാറ്റി ആത്മാക്കളെ യഥാർത്ഥമായി വിടുവിക്കുന്ന യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയുടെ തടസ്സമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുക. നോക്കണമേ, 32-ാം അധ്യായത്തിലേക്ക് വരാം. ചാപ്റ്റർ 32 അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കണം. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ, വസ്ത്രമുരിഞ്ഞ് മതി 11-ാമത്തെ വാക്യത്തിൽ നീ റിപ്പീറ്റ് ആവുന്ന വാക്ക് നോക്കണം. വിറപ്പീൻ, വിറപ്പിൻ. അടുത്തത് നടുങ്ങുവിൻ. മൂന്നാമത്തെ തടസ്സം ഇപ്പൊ എന്തോ ഇല്ല, ഭയമില്ല, വിറയലില്ല, നടുക്കമില്ല. Third reason is there is no fear of God. ദൈവഭയം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായിട്ട് അവർ മാറി. ദൈവഭയം നഷ്ടപ്പെട്ടതിന് ലക്ഷണം എന്താണെന്നറിയാമോ? ഏത് പാപവും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വരാൻ മടി തോന്നാത്തൊരു ജനം. എന്താ ദൈവഭയം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം? അതാണ് നമ്മൾ മുമ്പേ ചിന്തിച്ചത്. ദൈവഭയം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം യഥാർത്ഥ ദൈവവചന ശുശ്രൂഷയിൽ കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ദർശനം ജനത്തിനുണ്ടാകണമായിരുന്നു. പരിശുദ്ധനായ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണമായിരുന്നു. സംഭവിച്ചില്ല. പ്രവാചകന്മാർ മധുരം പറഞ്ഞ് ഇത് മറച്ചു പിടിച്ചപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവഭയമാണെന്ന് തിരിച്ചറിയണം. ഇന്നത്തെ സഭകളിൽ വേദനയോടെ ഞാൻ പറയാം, എ ജനറേഷൻ ഈസ് കമ്മിങ്. ദൈവഭയമില്ലാതെ അലക്ഷ്യമായി ദൈവ സന്നിധിയിൽ പോലും ഇരിക്കുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരികയാ പലയിടത്തും. ഭയമില്ല. പാപത്തിൽ തുടരുമ്പോഴും സഭയുടെ മെയിൻ ആളാ, വേണമെങ്കിൽ ഇന്നത്തെ ഇതിൽ പറഞ്ഞ പ്രസംഗിക്കാം, പക്ഷെ രഹസ്യ ജീവിതം പരസ്യപ്പെടുത്തിയാൽ അന്യഭാഷ കാണും, പക്ഷെ വീട്ടിലെ സംസാരം ഇതുവരെയും മാറിയിട്ടില്ല. എന്താ കാരണം? ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഇവിടെ നിങ്ങളുടെ മേൽ വ്യാപരിച്ച ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വന്ന് നമ്മൾ പറഞ്ഞ അന്യഭാഷയൊക്കെ ശരിയാണെങ്കിൽ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും സ്വന്തം ഇഷ്ടം പോലെ തോന്നിയ വഴിക്ക് നടക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ഭയമുണ്ടാകണം. എല്ലാം കാണുന്ന കൂടെയുള്ള ദൈവമാരെന്നുള്ള തിരിച്ചറിവ് ദൈവസഭകൾക്കുണ്ടാകണം. The sin of not respecting God. ദൈവത്തെ ബഹുമാനിക്കാൻ, ആദരവ് കൊടുക്കാൻ മറന്നു പോകുന്ന ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറിയോ? ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ
ഞാൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു, ഒരു 2-3 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള 3 സീക്രട്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. 1, ദാഹമില്ലാതെ ഒരു ജനം പോയി. പക്ഷെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം, എന്തുവാ? കർത്താവേ, മറ്റൊന്നിനും നികത്താൻ പറ്റാത്ത, മറ്റൊന്നിനും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ദാഹം. യു മേ ഹാവ് ബെസ്റ്റ് തിങ്സ്, ഇവിടുത്തെ ഏറ്റവും നല്ലതുള്ളപ്പോഴും ദാറ്റ് ഇസ് നോട്ട് ഇനഫ് ഫോർ ലോർഡ്. ഇത് പോരാ കർത്താവേ, ഈ പട്ടണത്തിൽ ഇനിയും ജനം വിടുവിക്കപ്പെടേണ്ടതിന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ളൊരു ദാഹം ഉണ്ടാകണം. 2, വചനമില്ലാതെ പോയൊരു ജനം. ദൈവസഭ മനസ്സിലാക്കണം, അധികം മധുരം തോന്നിയില്ലെങ്കിലും സത്യവചനത്തിനു വേണ്ടി കാലഘട്ടത്തിൽ നിൽക്കാൻ ദൈവസഭ മനസ്സിലാക്കി നിൽപ്പാൻ സഹായിക്കട്ടെ. വ്യാജന്മാര് വേഷം കെട്ടി ജനത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജനത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ നിന്ന് ദൂത് പറയുന്ന ദർശകന്മാരും പ്രവാചകന്മാരും അനേകമുള്ളപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ച് അത് വ്യാഖ്യാനിച്ച് അതിനു വേണ്ടി നിന്നാൽ the Lord will shower down his blessings. 3-ാമതായിട്ട് ഞാൻ പറഞ്ഞത് ദൈവഭയമാണ്. ഇനിയും ആ 11-ാം വാക്യം 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കും. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ, വസ്ത്രമുരിഞ്ഞ് നഗ്നമാരാകുവിൻ, അരയിൽ രട്ട് കെട്ടുവിൻ, മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. ഇനിയും ഇതിനോട് ചേർത്ത് 15-ാം വാക്യം വായിക്കണം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. റിമൂവ് യുവർ ക്ലോത്ത്സ് അവരോട് പറയാ. കാരണം അവർ ആർഭാടം കാണിക്കാൻ, ലക്ഷറി കാണിക്കാൻ അണിഞ്ഞൊരുങ്ങിയ വലിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറയാം, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രട്ടെടുത്ത് പ്രാർത്ഥിക്കാൻ വാ. എന്നിട്ട് പറയാ, ഈ പ്രാർത്ഥന എപ്പോൾ വരെ പോകണമെന്നറിയാമോ? 21-ാമത്തെ ദിവസം വരല്ല, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവർ അവസാനിപ്പിക്കുമ്പോൾ അടുത്തുള്ള ഭാഗങ്ങൾ പെട്ടെന്നൊരു വാക്ക് ഞാൻ പറയാം. ആത്മപകർച്ചയുണ്ടായാൽ സംഭവിക്കുന്ന കാര്യം എന്താ? അപ്പോൾ മരുഭൂമിയിൽ ന്യായം വസിക്കും. അല്ല, 15-ന്റെ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. എന്തുവാ പറഞ്ഞു വരുന്നറിയോ? മരുഭൂമിയാ, ജീവൻ ഉണ്ടാകത്തില്ല, വളർച്ചയുണ്ടാകത്തില്ലെന്നൊക്കെ ചിന്തിച്ചെടുത്ത് ഈ ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകുമ്പോൾ ജീവൻ സംഭവിക്കുമെന്നുള്ളത് ദൈവസഭ ദൈവാലോചനയായിട്ട് എഴുതിയിടുക. നമ്മൾ എഴുതി തള്ളിയവരുണ്ടോ? അവനിനി കൊടപ്പെടത്തില്ല, അവനിനി രക്ഷപ്പെടത്തില്ലെന്നൊക്കെ നിങ്ങളെ പറ്റിയോ തലമുറകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ the Lord, the Spirit of God can bring transformation. ശേഷം പറയുന്നത് നീതി, ന്യായം, സമാധാനം. ആത്മപകർച്ചയുണ്ടാകുന്ന ദൈവസഭയിൽ എന്തോ സംഭവിക്കുന്നറിയാമോ? അൺയൂഷ്വൽ യൂണിറ്റി, അസാധാരണമായ ഐക്യത. സഹോദരന്മാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ മറ്റെങ്ങും ഇല്ലാത്തതുപോലെ ഐക്യത വെളിപ്പെടും. അതാണ് യേശു പറഞ്ഞത്. ലോകം നോക്കുമ്പോൾ എന്തോ പറയും? ഇവരെൻ്റെ ശിഷ്യന്മാരാണെന്ന് അവർ തമ്മിലുള്ള സ്നേഹം കൊണ്ട് പറയും. അതിനാവശ്യം എന്താ? ദൈവാത്മാവിൻ്റെ പകർച്ചയാ. 20-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വേഴ്സസ് 20. കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. അതിന്റെ തൊട്ട് മേലത്തെ ഭാഗം കൂടെ 20. എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരം അശേഷം നിലം പരിചാകുകയും ചെയ്യും. വെള്ളത്തിന്റെ അരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. കേൾക്കണം, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഇതുവരെ ഇവർ വിതച്ചു, പക്ഷെ എന്തോ ഉണ്ടായില്ല, ഫലമുണ്ടായില്ല. പക്ഷെ ആത്മാവിൻ്റെ പകർച്ച 15-ാം വാക്യത്തിൽ ഉണ്ടായാൽ ഇനിയും വിതച്ചാൽ നിങ്ങൾ ആരാ?
ഭാഗ്യവാന്മാരാ, വലിയ കൊയ്ത്തുണ്ടാകുമെന്നാ പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നറിയോ? നമ്മൾ യഥാർത്ഥമായ ആത്മാവിൻ്റെ നിറവിന് കീഴ്പ്പെടാൻ തയ്യാറായാൽ, നമ്മുടെ മധ്യത്തിൽ ദൈവം കനിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നമ്മുടെ മധ്യത്തിൽ പകർച്ചയുണ്ടാകുമ്പോൾ, ഒരാത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകുമ്പോൾ, 100 പ്രസംഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ആത്മനിറവുള്ള ഒറ്റ പ്രസംഗത്തിൽ സംഭവിക്കും. സാധാരണക്കാരെ ജോലിക്ക് പോകുന്നിടത്തൊക്കെ പലവട്ടം സുവിശേഷം പറഞ്ഞിട്ടൊന്നും ഗുണപ്പെടാത്തവൻ ഒരൊറ്റ പ്രാർത്ഥനയിൽ വിടുവിക്കപ്പെടുന്നത് പോലെ നിങ്ങളുടെ ഷാർപ്പാക്കുന്ന, നിങ്ങളുടെ കരങ്ങൾക്ക് ബലം പകരുന്ന ആത്മാവിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊതിക്കണം. പുതിയൊരു സംവത്സരത്തിലേക്ക് നമ്മൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കടക്കും. നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ: കർത്താവേ, എല്ലാ ദിവസവും ഞങ്ങളുടെ എല്ലാ യോഗങ്ങളിലും ആത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് പകരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചേ നാം കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കുക. പലപ്പോഴും തികഞ്ഞു എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിട്ടുണ്ടോ? സെക്യൂറായി എന്നുള്ളൊരു ചിന്ത തോന്നിയിട്ടുണ്ടോ? ഇന്ന് മാറ്റിവെക്കാം. കർത്താവേ, ഇത് പോരാ എന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, this is not enough. ഇനിയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങളെ പലപ്പോഴും വേണ്ടെന്ന് ഞങ്ങളും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിഷ്ടമുള്ളത് കേൾക്കാൻ ഞങ്ങൾ പലപ്പോഴും തുനിഞ്ഞത്, കറക്ഷൻ ദൈവാത്മാവ് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ പരിശുദ്ധന്റെ ദർശനം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്കൊന്ന് നൽകണമേ. യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ കണ്ടൊരു ദർശനമുണ്ട്. സാറാഫുകൾക്ക് പോലും ആ പരിശുദ്ധന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ കാലുമൂടി, മുഖം മൂടി, പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ ആർത്തുപാടി സ്തുതിക്കുന്ന പരിശുദ്ധന്റെ ദർശനം ഞങ്ങളുടെ മുമ്പിൽ നൽകണമേ. ദൈവഭയം ഇല്ലാത്തവരായി ഞങ്ങളെ തീർക്കരുതേ. ദൈവ സാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്യാൻ 24 മണിക്കൂറും ആ ദൈവകൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനകൾ ഇവിടം കൊണ്ട് തീരാതെ നിരന്തരമായുള്ളൊരു പ്രാർത്ഥന കർത്താവേ, ഞങ്ങളുടെ മേൽ ഉയരത്തിൽ നിന്ന് അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. പലപ്പോഴും കർത്താവ് ഒരു കോംപ്ലേസൻ്റ് ആയിട്ടുള്ള ഒരു സ്വൈര്യമായി തികഞ്ഞുവെന്നുള്ളൊരു ചിന്ത വന്നത് ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ പലപ്പോഴും ഞങ്ങൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അതനുസരിക്കാതെ പോയ ഞങ്ങളുടെ അനുസരണക്കേട് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നി അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ സജീവ കൂട്ടായ്മയിൽ ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദീർഘ ദിവസങ്ങൾ 21 ദിവസങ്ങൾ ഉപവാസത്തോടെ ഇരുന്നത് കർത്താവ്, വരും ദിവസങ്ങളിൽ വലിയൊരു കൊയ്ത്തായി അനേക ആത്മാക്കളുടെ വിടുതലിന് ഈ പട്ടണത്തിൽ നിന്ന് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവെ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ. അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച നൽകണമേ. ദൈവാലോചനയുമായി പട്ടണത്തിൽ ഇറങ്ങി അനേകരെ വിടുവിക്കുവാൻ ഈ സഭയെ കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ സമയം അനുവദിച്ച ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ്. പ്രൈസ് ജീസസ്. അന്തരീക്ഷം നഷ്ടപ്പെടാതെ ഞാൻ ഈ വചനം കേട്ടുകൊണ്ടാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. പക്ഷേ സഭാ ശുശ്രൂഷ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വരുന്നത്, എത്ര പേർക്ക് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റും, എൻ്റെ വരൾച്ച മാറണം, എൻ്റെ വരൾച്ച മാറണം, ഒരാത്മാവിൻ്റെ ഒഴുക്ക് എനിക്ക് ആവശ്യമാണ്. അവസാനമായി നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ ഓരോ വാക്കുകളും ആ ഈസായിട്ടുള്ള അനുഭവം വിട്ട്, അല്ല മധുരമുള്ളത് കേൾക്കുന്നത് വിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ എത്ര പേർ സമർപ്പിക്കും? കണ്ണുകളെ അടച്ചാട്ട്
ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യം കാണിക്കുമോ? നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് ധൈര്യമുണ്ടെന്ന് സമർപ്പിക്കുവാൻ? ഈ ഉപവാസം 21 ദിവസം കഴിഞ്ഞ ദിവസങ്ങളായി നാം കേട്ടതുപോലെ കേവലം വൃഥാവായി തീരാതെ വേണം ഈ പട്ടണത്തിലെ വ്യത്യസ്തമായ സഭയായി, അറിയപ്പെടുന്നവരുടെ മുമ്പിൽ വ്യത്യസ്തമായ സഭയായി, വചനത്തിന് വില കൊടുക്കുന്നവരായി, വചനത്തെ സ്നേഹിക്കുന്നവരായി, നമ്മുടെ സ്വഭാവത്തിലും രൂപത്തിലും വ്യത്യാസമുള്ളവരായി. കഴിഞ്ഞ ദിവസങ്ങളാണ് നാം കേട്ടതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടുവരിക. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ പ്രസംഗിച്ച ഓരോ വാക്കുകളും നമുക്കത് കുറിക്കൊള്ളാം. ആത്മാവിൽ നമ്മോട് സംസാരിച്ചത് ഓരോന്നും ഞാൻ കേട്ടു. കുടുംബങ്ങളിൽ കലഹം, അമ്മായപ്പനോട് കലഹം, അമ്മായിയമ്മയോട് കലഹം, വേറിട്ട് 2 സ്ഥലങ്ങൾ ഇരിക്കുന്നത് കൊണ്ടല്ല, വേറിട്ട് ജീവിക്കുന്നത് കൊണ്ടല്ല, എന്തെല്ലാം കാണിച്ചിട്ട് വന്നിരുന്ന് ആരാധിക്കുന്നതിലല്ല, നമ്മുടെ ഉപവാസത്തിൽ വലിയൊരു വിശുദ്ധി സഭയ്ക്കകത്ത് ഇറങ്ങി വരട്ടെ. ഒരല്പസമയ ദൈവത്തെ നമ്മുടെ വാകളെ തുറന്ന് സ്തുതിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളെ ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രസംഗിച്ച ഓരോ വാക്കുകളും ദൈവാത്മാവ് എന്നോടാണ്, ദൈവാത്മാവ് എന്നോടാണ്, ദൈവാത്മാവ് എന്നോടാണ്. ഞാൻ ശരിയാകാനുണ്ട്. ഈ ഉപവാസം തീർന്നു, ശരിയാണ്, ഞാൻ ശരിയാകാനുണ്ട്, ഞാൻ ശരിയാകാനുണ്ട്. എനിക്കൊരു വലിയ ദാഹം ആവശ്യമാ. പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് ഇറങ്ങി വരണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ ശക്തീകരിക്കണമേ. ഒരു വലിയ വരൾച്ച മാറി ഒരു വലിയ വളർച്ച ഉണ്ടാകുവാൻ. ഗാനങ്ങളൊന്നും പാടേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. കീബോർഡ് വായിച്ചു കുഴപ്പമില്ല, എന്നാൽ ഒരു സമർപ്പണം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും. ദൈവദാസൻ വന്ന് പ്രസംഗിച്ചത് വൃഥാവായി പോകരുത്. കേവലം മണ്ണിൻ്റെ മേൽ വിതച്ചതായി, കല്ലുകളിൽ മേൽ വിതച്ചതായി, മുള്ളിനും അല്ലെ പറക്കാർക്കും ഇടയ്ക്ക് വിതച്ചതായി, പറവകൾ കുത്തിക്കൊണ്ടുപോകുവാൻ ഇടവരാത്ത രീതിയിൽ നല്ല നിലത്ത് വീഴുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ മക്കളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കേട്ട വചനത്തിനു മുൻപാകെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. എനിക്ക് ആവശ്യമാണ് ഒരു വലിയ പകർച്ച കിട്ടണം, എനിക്ക് വലിയൊരു ദാഹമുണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദാഹം വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമെങ്കിൽ നമ്മൾ വളരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് വർഷം തോറുമുള്ള വേറും ഒരു റിച്വലായിട്ട് ഉപവാസ പ്രാർത്ഥനകൾ മാറും. അത് വരരുത്. ആത്മാക്കളെ നേടുവാൻ, നമ്മുടെ ജീവിതത്താൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്താൽ യേശുവിനെ പ്രസ്താവിക്കുവാൻ ഇന്ന് ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. Can we surrender before God? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവേ, എനിക്കൊരു ദാഹമുണ്ടാകണം. പാട്ടുപാടിയാ പോരാ, മാൻ നിർത്തോടെന്നും പറഞ്ഞു. വാസ്തവമായൊരു ദാഹം, ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ദാഹം. പ്രതിസന്ധികൾ വരുമ്പോൾ വേദപുസ്തകത്തിലേക്ക് അടിച്ചു എന്ന് വചനം വായിക്കുന്ന ദാഹം. പ്രതിസന്ധി വരുമ്പോൾ മുറിക്കകത്ത് കയറി മുട്ടിന്മേൽ നിന്ന് ദൈവമായി ബന്ധപ്പെടുന്ന ഒരു ദാഹം. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിന് വേണ്ടിയുള്ളൊരു ദാഹം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വൈതലെ ഞാൻ നീയും പ്രാപിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതമാകെ മറിഞ്ഞ് തീർന്ന് ദൈവം ഒരുക്കി പുതിയതാക്കി മാറ്റും, രൂപാന്തരപ്പെടും. ഉപവാസത്തിൽ യേശുവിൻ്റെ ഹിതത്തിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് രൂപാന്തരപ്പെടുമെങ്കിൽ നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, മനോഹരമേറിയ നല്ല ദാനങ്ങൾക്കും സമയങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഉപവസിച്ചതും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുമൊക്കെ ഭൗതിക നേട്ടങ്ങൾക്കല്ല എന്ന് പകൽക്കാലം ഞങ്ങൾ ഏറ്റുപറയട്ടെ. അതിനപ്പുറമായി ഒന്ന് ആത്മീകമായി കാംക്ഷിക്കുവാൻ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ, ദൈവികമായതിനെ കാംക്ഷിക്കുവാൻ ഞങ്ങൾ കേട്ടതുപോലെ ഇന്ന് ഉപവാസം തീരുമ്പോഴും പ്രാർത്ഥന തീരാതെ ഭയത്തോടും വിറയലോടും നിന്നെ സേവിപ്പാൻ, നിന്നെ ബഹുമാനിക്കണമെന്നും ബഹുമാനിച്ച് ആരാധിക്കുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങളുടെ വാക്കുകൾക്ക് വ്യത്യാസം വന്നതായി ഞങ്ങളോട് നീ സംസാരിക്കണം. ഞങ്ങളുടെ സ്വഭാവ ശൈലിക്ക് വ്യത്യാസം വന്നതായി ഞങ്ങളെ നീ കാണണം. ഞങ്ങൾ ദൈവവചനത്തിന് കർത്താവേ, ഞങ്ങളെ ചെത്തി വെടുപ്പാക്കുന്നതും ഞങ്ങളെ ഒരുക്കുന്നതുമായി ശുദ്ധീകരിക്കുന്ന വചനമായി കാണുവാൻ, നിന്നോട് അടുപ്പിക്കുന്നതായി കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി കാണുവാൻ, ഞങ്ങളുടെ ജീവന് വേണ്ടിയതാണെന്ന് കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മുമ്പേ നിന്റെ രാജ്യം അന്വേഷിക്കുമെങ്കിൽ, നിന്റെ നീതി അന്വേഷിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം
അന്നന്ന് ആവശ്യമുള്ളത് തരുന്നവനായ ഞങ്ങളുടെ ദൈവമേ, അത് വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഉപവസിച്ച നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനത്തെയും അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു. ഉപവസിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും നീ അവിടുന്ന് സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹിച്ച്, നന്മകളാൽ നിറച്ച്, ആത്മീകമായ അനുഗ്രഹങ്ങളാൽ നിറച്ച്, സ്വർഗീയമായ അനുഭവങ്ങളിൽ കൂടെ നടത്തി അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. തിരുനാമം നീ മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.